ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഡക്ഷൻ മെഷീൻസിൻ്റെ ആദ്യത്തെ മൊഡ്യൂളിലായ ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ അവസാനത്തെ പോർഷൻസിലോട്ട് എത്തിയിട്ടുണ്ട്. ആദ്യത്തെ മൊഡ്യൂളിൽ അവസാനത്തെ പോർഷൻസിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രാൻസ്ഫോമറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ട്രാൻസ്ഫോമറിൻ്റെ കൺസ്ട്രക്ഷൻ, എങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോമറിൻ്റെ ഒരു EMF ഇക്വേഷൻ ജനറേറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോമറിനെ നമ്മൾ എന്ത് ചെയ്യാണ്, നോ ലോഡ് കണ്ടീഷനിൽ ട്രാൻസ്ഫോമർ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അപ്പോൾ അവിടെ എന്തൊക്കെ കറണ്ട് ആണുള്ളത്. ഇനി ട്രാൻസ്ഫോമർ നമ്മൾ ലോഡിലോട്ട് എത്തിയല്ലേ, ലോഡ് കണക്ട് ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമർ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് പ്രധാനമായിട്ട് നമുക്ക് നോക്കേണ്ടത് ട്രാൻസ്ഫോമർ ലോഡ് ചെയ്യുന്നുണ്ട് വിത്ത് വൈൻഡിങ് റെസിസ്റ്റൻസ് കൂടി കൺസിഡർ ചെയ്യുമ്പോൾ ട്രാൻസ്ഫോമർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് നമുക്ക് പ്രധാനമായും പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യമായി തന്നെ നമുക്ക് ട്രാൻസ്ഫോമർ ഞാൻ വൈൻഡിങ് റെസിസ്റ്റൻസ് എത്തുകയുണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, റഫായിട്ട് ഒരു സപ്ലൈ വോൾട്ടേജ്, ഒരു V1 എന്ന് പറഞ്ഞൊരു AC ഞാൻ എന്ത് ചെയ്യാണ്, സപ്ലൈ വോൾട്ടേജ് അപ്ലൈ ചെയ്തു അല്ലേ. അതിനുശേഷം സെക്കൻഡിൽ എന്ത് കണക്ട് ചെയ്യാണ്, ഒരു ലോഡ്. ഈ ലോഡ് എന്താവാം, റെസിസ്റ്റീവ് ആവാം, ഇൻഡക്റ്റീവ് ആവാം, കപ്പാസിറ്റീവ് ആവാം, കോമ്പിനേഷനാണ്. നമ്മൾ പ്രാക്ടിക്കൽ കേസിൽ കോമ്പിനേഷനാണ്. പ്യുവർലി ഇൻഡക്റ്റീവ്, പ്യുവർലി കപ്പാസിറ്റീവ് എന്നല്ലാതെ കോമ്പിനേഷൻ ഓഫ് RL ലോഡ്, RC ലോഡ്, റെസിസ്റ്റീവ് ഇൻഡക്റ്റീവ് ലോഡ്, റെസിസ്റ്റീവ് കപ്പാസിറ്റീവ് ലോഡ്, അങ്ങനെയാണ് നമ്മൾ പ്രാക്ടിക്കൽ കേസിൽ വരണേ. അപ്പോൾ നമ്മൾ ലോഡ് കണക്ട് ചെയ്തു. ഓക്കെ, ഇനി ശ്രദ്ധിക്കാനുള്ള കുറച്ച് ടേമുകളാണ് നമ്മൾ എപ്പോഴും പറയുന്നതാണ്. അപ്ലൈ ചെയ്ത വോൾട്ടേജിനെ എന്ത് വിളിക്കുകയാണ്, സപ്ലൈ വോൾട്ടേജിനെ V1 എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രൈമറി വോൾട്ടേജ്. ഓക്കെ, അതിനുശേഷം ഇവിടെ ഇൻഡ്യൂസ് ചെയ്ത EMF നമ്മൾ വിളിക്കുന്ന പേരാണ് E1, പ്രൈമറി ഇൻഡ്യൂസ്ഡ് EMF. ദെൻ സെക്കൻഡറി EMF ഇൻഡ്യൂസ് ചെയ്ത് ഞാൻ വിളിക്കുന്ന പേരാണ് E2, സെക്കൻഡറി ഇൻഡ്യൂസ്ഡ് EMF. ഞാൻ അപ്ലൈ വോൾട്ടേജ് എന്ന് വിളിക്കുന്ന പേരാണ് V1 അല്ലേ. ആ സമയത്ത് അതിൽ കൂടെ പോകുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രൈമറി കറണ്ട് I1 എന്ന് വിളിക്കാം. ഇതെല്ലാം I1ൻ്റെ അകത്ത് എന്തുണ്ട്, രണ്ട് കമ്പോണൻ്റ് ഉണ്ട്. നോ ലോഡ് കറണ്ട് ഉണ്ട്, അതുപോലെ തന്നെ സെക്കൻഡറി കൂടെ പോകുന്ന കറണ്ടിനെ ഞാൻ I2 എന്ന് വിളിക്കുകയാണ്. ടെർമിനൽ വോൾട്ടേജിനെ V2 എന്ന് വിളിക്കുകയാണ്. V2 ഉണ്ട്, E2 ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ V1 ഉണ്ട്. V1 സെയിം അല്ല, V2 സെയിം അല്ല. അതായത് അപ്ലൈ ചെയ്ത വോൾട്ടേജും ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി സൈഡിൽ അപ്ലൈ ചെയ്ത വോൾട്ടേജും അതുപോലെ തന്നെ അവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന EMFും സെയിം അല്ല. എപ്പോഴാണ്, അവിടെ നമ്മൾ വൈൻഡിങ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുമ്പോൾ. വൈൻഡിങ് റെസിസ്റ്റൻസും അതുപോലെ തന്നെ വേറെന്താണ്, ലീക്കേജ്, മാഗ്നറ്റിക് ലീക്കേജും കൺസിഡർ ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരിക്കലും രണ്ട് ഈക്വൽ ആവില്ല. നമ്മളിത് രണ്ടാം പറഞ്ഞ ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ കേസിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ എടുത്തു കഴിഞ്ഞാൽ, ഒരു പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, നമുക്ക് പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിൽ നമുക്ക് പഠിക്കേണ്ടേ. പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിന് എന്തുണ്ട്, ഉറപ്പായിട്ടും പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിന് വൈൻഡിങ് റെസിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതുപോലെ തന്നെ എന്തും കൺസിഡർ ചെയ്യേണ്ടി വരും, മാഗ്നറ്റിക് ലീക്കേജ് കൺസിഡർ ചെയ്യണം. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വൈൻഡിങ് റെസിസ്റ്റൻസ് മാത്രമാണ്. നമ്മൾ ഇപ്പോൾ എവിടെ എത്തിയിട്ടില്ല, മാഗ്നറ്റിക് ലീക്കേജ് കൺസിഡർ ചെയ്തിട്ടില്ല. അത് നമ്മൾ വരുന്ന ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. എന്നിട്ട് അതിനുശേഷം ഫൈനലൈസ് ചെയ്തുകൊണ്ട് വൈൻഡിങ് റെസിസ്റ്റൻസും മാഗ്നറ്റിക് ലീക്കേജും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടുള്ള ഡിഫറെൻറ്റ് ലോഡ് കണ്ടീഷനാണ് നമ്മുടെ പ്രാക്ടിക്കൽ കേസിലോട്ട് വരുന്നത്. അതാണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ഫേസ് ഡയഗ്രം. നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഓക്കെ, ഇനി ഞാൻ എങ്ങനെയാണ്, എനിക്ക് പ്രൈമറി സൈഡിലും എന്തുണ്ട്, സെക്കൻഡറി സൈഡിലും രണ്ടിടത്തും എന്താണുള്ളത്, രണ്ടിടത്തും നമുക്ക് എന്തുണ്ട്, വൈൻഡിങ് ഉണ്ട് അല്ലേ. അപ്പോൾ വൈൻഡിങ്ങിൻ്റെ റെസിസ്റ്റൻസ് ആണ് കൺസിഡർ ചെയ്യുന്നത് ഇതിൽ അല്ലേ. അപ്പോൾ ഞാൻ വൈൻഡിങ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്ത് വരയ്ക്കുകയാണ്. പ്രൈമറി വൈൻഡിങ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്തു, സെക്കൻഡറി വൈൻഡിങ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്തു. പ്രൈമറി വൈൻഡിങ് റെസിസ്റ്റൻസ് എന്തെന്ന് വിളിക്കുകയാണ് R1, സെക്കൻഡറി സൈഡിലുള്ളതിനെ R2. കറണ്ട് ഫ്ലോ ചെയ്യുന്നത് I2, പ്രൈമറി കറണ്ട് ഫ്ലോ ചെയ്യുന്നത് I1ൻ്റെ അകത്ത് എന്തൊക്കെ കമ്പോണൻ്റ് ആയിരുന്നു, I0, അതുപോലെ തന്നെ എന്തുണ്ട്, I2 ഡാഷ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. I2 ഫ്ലോ ചെയ്യുന്ന കാരണമായിട്ടാണ് I2 ഡാഷ് ഉണ്ടാകുന്നത്. I2 ഡാഷ് സെക്കൻഡറി കറണ്ട് I2 ആൻറ്റി ഫേസ് ആണ്, മാഗ്നിറ്റ്യൂഡ് വ്യത്യാസം ഉണ്ടാകും, അത് K ടൈംസ് I2 ആയിരിക്കും. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത പോർഷൻസ് ആണ് അല്ലേ. ഇത് നമുക്ക് ഇന്ന് നമ്മൾ പ്രധാനമായും പഠിക്കേണ്ട കാര്യം, ഈ വൈൻഡിങ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഫേസ് ഡയഗ്രത്തിൽ മാറ്റം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം എന്താണ്, ലോഡ്, ഡിഫറെൻറ്റ് ടൈപ്പ് ലോഡ് പറഞ്ഞു ഇല്ലേ. നമുക്ക് പ്രധാനമായിട്ടും റെസിസ്റ്റീവ് ലോഡ്, ഇൻഡക്റ്റീവ് ലോഡ്, കപ്പാസിറ്റീവ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കണം. പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ കോമ്പിനേഷനാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ആയിട്ട് ഒരു കോമ്പിനേഷനോട് നമുക്ക് ജസ്റ്റ് നോക്കണം. ആദ്യം നമുക്ക് നോക്കാനുള്ളത് റെസിസ്റ്റീവ് ലോഡിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്,
കപ്പാസിറ്റി ലോഡിൽ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പോർഷൻസിലോട്ട് കിടക്കണം. ഇത്രയും കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എല്ലാ കാര്യം ശ്രദ്ധിക്കാനുള്ള കാര്യം, V1 E1 സെയിം അല്ല പ്രാക്ടിക്കൽ കേസിൽ വരുമ്പോൾ. V2 E2 പ്രാക്ടിക്കൽ കേസിൽ സെയിം അല്ല. നമ്മൾ നോ ലോഡ് കണ്ടീഷൻ വരുമ്പോഴും അതുപോലെ തന്നെ വൈൻഡിങ് റെസിസ്റ്റൻസും മാഗ്നറ്റിക് ലീക്കേജ് കൺസിഡർ ചെയ്യാത്ത സമയത്ത് മാത്രമേ എന്തുള്ളൂ, നമ്മൾ V1 = E1 എന്ന് അസ്യൂം ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. EMF തന്നിരിക്കുന്ന പ്രൈമറി വോൾട്ടേജ് എടുത്തിട്ട് EMF E1 എന്ന് അസ്യൂം ചെയ്തിട്ടോ അങ്ങനെയാണ് നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. മാഗ്നറ്റിക് ഫ്ലക്സും മാക്സിമം ഫ്ലക്സ് ഡെൻസിറ്റി ഒക്കെ കണ്ടുപിടിക്കുന്നത് അങ്ങനെ ഒരു മെത്തേഡിലാണ്. പക്ഷെ നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഇത് രണ്ടും സെയിം അല്ല. അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, പ്രാക്ടിക്കൽ കേസിൻ്റെ അകത്ത് വരുമ്പോൾ അത് രണ്ടും സെയിം ആവില്ല. ശ്രദ്ധിക്കാനുള്ള വേറെ പോയിന്റ് നമ്മൾ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്താണ്. എന്താണ്, V1 ആന്റി ഫേസ് ആയിരിക്കും എന്തൊക്കെ, E1 E2 ഒക്കെ ഇല്ലേ. V1 ഒപ്പോസ് ചെയ്തുകൊണ്ടായിരിക്കും E1 E2 ഉണ്ടാവണേ, E1 E2. അതുപോലെ തന്നെ V2 ഉണ്ടാവും. പക്ഷേ ഈ V2 ടെർമിനൽ വോൾട്ടേജ് V2 E1 E2 ഒക്കെ സെയിം ഫേസ് ആണ്. അവിടെ പിന്നെ ഒപ്പോസിഷൻ വരുന്നില്ല. നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് ആണ് കാരണം ഇല്ലേ. അതാണ് ഈ ഒരു എഫക്റ്റ് ഉണ്ടാവുന്ന ഒരു കോസ്. അതിനെ എന്ത് ചെയ്യാണ്, ഈ എഫക്റ്റ് ഒപ്പോസ് ചെയ്യുകയാണ്. അപ്ലൈ ചെയ്ത വോൾട്ടേജിനെയാണ് ഒപ്പോസ് ചെയ്യുന്നത്. V1 E1 E2 ഒക്കെ ഒപ്പോസ് ആവുന്നത്. അപ്പോൾ അതിൻ്റെ ഫേസ് ഡയഗ്രം വരയ്ക്കും ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ പറഞ്ഞത് ലെൻസ് ടെസ്റ്റ് വെച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കാനുള്ള കാര്യം, E1 E2 V2 എല്ലാം ഒരേ ഫേസിലായിട്ട് പോവാം. അത് എക്സാക്ട് ഫേസിനാണോ ഇല്ല നമുക്ക് നോക്കാം. പക്ഷേ V1 ഒപ്പോസ് ആയിട്ട് പോകുന്നത്. V1 ആണ് ഇതിൻ്റെ റീസൺ ആയിട്ട് വരുന്നത്, അപ്ലൈ ചെയ്ത സപ്ലൈ വോൾട്ടേജ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ള കാര്യം ലോഡിൻ്റെ കണ്ടീഷൻസ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ തൽക്കാലം ഒരു ചെറിയൊരു കാര്യം പറയാം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഫേസർ, ഒരു വെക്ടർ എൻ്റെ കയ്യിലുണ്ട്. ഒരു A എന്ന് പറഞ്ഞൊരു വെക്ടർ എൻ്റെ കയ്യിലുണ്ട്. അതിനുശേഷം B എന്ന് പറഞ്ഞ വെക്ടറിൻ്റെ പൊസിഷൻ ഇങ്ങനെയാണ് എങ്കിൽ നമുക്ക് എന്തറിയാം, A+B നമ്മൾ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, A+B ആയിട്ട് കിട്ടുന്ന വെക്ടർ ഇതാണ് അല്ലേ. എൻ്റെ പൊസിഷൻ ഇങ്ങനെയാണ്. നമ്മളത് +2 പഠിച്ചതാണ് അല്ലേ. A എന്ന് പറഞ്ഞ വെക്ടർ, B എന്ന് പറഞ്ഞ വെക്ടർ ഇതാണെങ്കിൽ A+B വെക്ടറിൻ്റെ പൊസിഷൻ ഇതാണ്, A+B. അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ വരയ്ക്കാൻ അല്ലേ. ഇനി എനിക്ക് നമ്മൾ പാരലലോഗ്രാം ലോ പറഞ്ഞ ഇങ്ങനെ ഒരു പൊസിഷൻ, ഇതാണ് അടുത്ത വെക്ടറിൻ്റെ പൊസിഷൻ എങ്കിലാണ് നമ്മൾ റിസൾട്ടൻ്റ് എങ്ങനെയാണ് പാരലലോഗ്രാം ലോ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുന്നത് അല്ലേ. അപ്പോൾ വ്യത്യാസമുണ്ട്. എയും ബി ഇങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും, ഇതാണ് A+B കിട്ടുക. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് √of എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിച്ചത്. അല്ലെങ്കിൽ വേറൊരു മെത്തേഡായിട്ട് നമ്മൾ പറഞ്ഞാണ് ഈ രണ്ടിനും നമ്മൾ ഒരു പ്ലെയിനിലോട്ട് X ആക്സിലോ Y ആക്സിലോട്ട് പ്രൊജക്റ്റ് ചെയ്തിട്ട് നമ്മൾ എടുത്തത്. തൽക്കാലം എല്ലാവരും അറിയേണ്ട കാര്യം ട്രയാങ്കുലർ ലോ വെച്ചിട്ടുള്ള ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡിഷൻ. രണ്ട് വെക്ടർ ഇങ്ങനെയാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ് A+B കിട്ടുക എന്നുള്ളതാണ് അറിയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ഞാൻ പ്രധാനമായിട്ടും രണ്ട് ഇക്വേഷൻ കൂടി ഞാൻ ഇവിടുന്ന് ഡെറൈവ് ചെയ്യുകയാണ്. രണ്ട് ഇക്വേഷൻ. അപ്ലൈ ചെയ്ത വോൾട്ടേജ് ആണ് എന്ത്, V1. ഞാൻ വൈൻഡിങ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന രണ്ട് എഫക്റ്റ് എന്തൊക്കെയാണ്. ഒരു എഫക്റ്റ് എന്താണ്, കോപ്പർ ലോസ് ഉണ്ടാകും അല്ലേ. വൈൻഡിങ്ങിൽ കോപ്പർ ലോസ് ഉണ്ടാകും. രണ്ടാമത്തെ എഫക്റ്റ് എന്തായിരിക്കും, ഒരു വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടാകും. കോപ്പർ ലോസ് എങ്ങനെയൊക്കെ എഴുതാം, I1² എന്നോ അല്ലേ. സെക്കൻഡറി സൈഡിലാണെങ്കിൽ I2²R. രണ്ട് സൈഡിലും ഉണ്ടാവും. വോൾട്ടേജ് ഡ്രോപ്പ് എങ്ങനെയാണ്, പ്രൈമറി സൈഡിലാണെങ്കിൽ എനിക്ക് എന്തെന്ന് എഴുതാം, I1R1 അല്ലേ. സെക്കൻഡറി സൈഡിലാണെങ്കിൽ എനിക്ക് എങ്ങനെ എഴുതാം, I2R2. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. പ്രൈമറി സൈഡിലെ കറണ്ട് I1, ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് എങ്ങനെയാണ്, I1R1. സെക്കൻഡറി സൈഡിലാകുമ്പോൾ I2R2. ഓക്കെ, വോൾട്ടേജ് ഡ്രോപ്പ്. ഇപ്പോൾ കോപ്പർ ലോസ് ആണെങ്കിൽ I1²R1 I2²R1. രണ്ട് എഫക്റ്റും എന്തുണ്ടാവും, വൈൻഡിങ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുമ്പോൾ ഉണ്ടാവും. ഓക്കെ, നമ്മളിപ്പോഴും മാഗ്നറ്റിക് ലീക്കേജിനെ കുറിച്ച് പറയുന്നില്ല. അത് നമ്മൾ അടുത്ത ക്ലാസ്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണേ. അതും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫേസ് ഡയഗ്രം അനാലിസിസ് നടത്തും. അതിനുശേഷം ഫൈനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവസാനത്തെ പോർഷൻസിലോട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാഗ്നറ്റിക് ലീക്കേജും എല്ലാം കൺസിഡർ ചെയ്തിട്ടുള്ള ഒരു ആക്ച്വൽ ട്രാൻസ്ഫോമറിന്റെ കേസ് വരുന്നത്. അതിനുശേഷം ആ ഒരു പോർഷൻസ് കൊണ്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ ഏകദേശം ഓക്കെ ആകും. സെക്കൻഡ് മൊഡ്യൂളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതെല്ലാ കണ്ടീഷനും വെച്ചിട്ടുള്ള ഇക്വലന്റ് സർക്യൂട്ട് എങ്ങനെ വരയ്ക്കാമെന്നുള്ള കാര്യമാണ്. സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിന്റെ ഇക്വലന്റ് സർക്യൂട്ട്. അതിനുശേഷം ടെസ്റ്റുകളിലോട്ട് പോകും. ഇതിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനും വോൾട്ടേജ് റെഗുലേഷൻ അതൊക്കെ കണ്ടുപിടിക്കുന്ന ടെസ്റ്റുകൾ. അതിനുശേഷം ഇതിന് 3 ഫേസ് ട്രാൻസ്ഫോമർ നമുക്ക് പഠിക്കാനുണ്ട് രണ്ടാമത്തെ മൊഡ്യൂളിൽ തന്നെ. ഓക്കെ, അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ടൊരു ഇക്വേഷൻസ് ഞാൻ ഇവിടെ ഡെറൈവ് ചെയ്യുകയാണ്. നമുക്കെങ്ങനെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് V1 ഈക്വൽസ് ടു എന്തായിരിക്കും, അത് എന്തിനൊക്കെയാണ് പോകും, നമുക്കൊന്നിൽ KVL അപ്ലൈ അല്ലെങ്കിൽ ലോജിക്കലി തന്നെ നമുക്ക് പറയാം. എന്തെന്ന് പറയാം, V1 ഈക്വൽസ് ടു
ഇവിടുത്തെ ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് E1 പ്ലസ് എന്തൊക്കെയാണ് I1 R1. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഞാൻ ഒന്നുകൂടി അത് തന്നെ ഇപ്പുറത്ത് എഴുതിയാണ്. ഇതാണ് V1 ഈക്വൽസ് ടു V1 ഈക്വൽസ് ടു E1 പ്ലസ് I1 R1. E1 ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്, ഇത് വോൾട്ടേജ് ഡ്രോപ്പ് അല്ലേ. അതേപോലെ തന്നെ സിമിലർലി നമുക്ക് എങ്ങനെ പറയാം, ഈ V2 ഈക്വൽസ് എനിക്ക് എന്തെന്ന് എഴുതാം, സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫ് E2 ആണ്. അപ്പോൾ V2 ഈക്വൽസ് എനിക്ക് എന്തെന്ന് എഴുതാം, V2 ഈക്വൽസ് ടു ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫ് E2 മൈനസ് എന്താണ് ഇവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പ് അല്ലേ, I2 R2. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഒന്നുകിൽ KVL അപ്ലൈ ചെയ്യാം, കിർച്ചോഫ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യാം, ഇല്ലെങ്കിൽ ലോജിക്കലി പറഞ്ഞാൽ മതി നമ്മളിവിടെ അപ്ലൈ ചെയ്ത വോൾട്ടേജ് V1 അത് എന്തിനൊക്കെ പോയി, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് അതിലാണ്, അത് അപ്ലൈ ചെയ്ത വോൾട്ടേജ് ആണ് ഉണ്ടായി, വോൾട്ടേജ് ഡ്രോപ്പും ഉണ്ട്. ആ രണ്ട് വോൾട്ടേജ് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്ലൈ ചെയ്ത വോൾട്ടേജ് പോകുന്നത്. അപ്ലൈ ചെയ്ത വോൾട്ടേജ് ഡ്രോപ്പ് ആയിട്ടും പോയി, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ആയിട്ട് ഒന്ന് ബാക്കി. സെക്കൻഡറിയുടെ കേസ് ആകുമ്പോൾ V2 എന്ന് പറഞ്ഞാൽ എന്തിൻ്റെയൊക്കെ പ്ലസ് ആയിരിക്കും, E2 മൈനസ് ഇവിടെ ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫ് E2 എന്ന് വോൾട്ടേജ് ഇൻഡ്യൂസ് ചെയ്തു, പക്ഷെ അതിൻ്റെ അകത്ത് ബാക്കി ഡ്രോപ്പ് കഴിഞ്ഞിട്ടുള്ള വോൾട്ടേജ് ഡ്രോപ്പ് കഴിഞ്ഞിട്ടായിരിക്കും ടെർമിനൽ വോൾട്ടേജ് ആയിട്ട് കിട്ടുക. ഇതാണ് ടെർമിനൽ വോൾട്ടേജ്, ലോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്. ഇത് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് വൈൻഡിങ്ങിൽ ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫ് ആണ് അല്ലേ. ഇതെല്ലാം നമ്മൾ ലോഡ് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ തൽക്കാലം നമുക്ക് റെസിസ്റ്റീവ് ലോഡെന്ന് അസ്യൂം ചെയ്യാം. ഇനിയിപ്പോൾ ഓരോ ലോഡായിട്ട് നമ്മൾ ഇന്ന് തന്നെ പഠിക്കും, നമുക്ക് ഇന്ന് തന്നെ ഡിസ്കസ് ചെയ്യാനുണ്ട് ഓരോ ലോഡായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ ആ രണ്ടാമത്തെ ഇക്വേഷൻ ഇവിടെ നിന്ന് എഴുതിയാണ്, V2 ഈക്വൽസ് ടു E2 മൈനസ് I2 R2 അല്ലേ. V2 ഈക്വൽസ് ടു E2 മൈനസ് I2 R2. ഈ രണ്ട് ഇക്വേഷൻ എല്ലാവരുടെയും മനസ്സിൽ വേണം. ഓക്കെ, ഞാൻ ഇതിൻ്റെ അകത്ത് ഒന്നുകൂടി എടുത്ത് എഴുതുകയാണ്. E2 ഈക്വൽസ് എനിക്ക് എങ്ങനെ എഴുതാം, E2 ഈക്വൽസ് ടു V2 പ്ലസ് I2 R2 ഇങ്ങനെയാണ് എനിക്ക് എഴുതാം. ഇവിടെ നിന്ന് E1 ഈക്വൽസ് എനിക്ക് എങ്ങനെ എഴുതാം, ഈ ഇക്വേഷനിൽ നിന്ന് E1 ഈക്വൽസ് ടു V1 മൈനസ് I1 R1. ഇക്വേഷൻസ് ഒക്കെ നമുക്ക് എഴുതാം. ഈ ഇക്വേഷൻസ് വെച്ച് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു എന്തെന്ന്, അപ്ലൈ ചെയ്ത വോൾട്ടേജ് സപ്ലൈ വോൾട്ടേജ് V1 എടുക്കുകയാണ്, അത് തന്നെ ആയിരിക്കും E1 ആന്റി ഫേസ് ആയിരിക്കും. അപ്പോൾ മൈനസ് E1 നമ്മൾ ഫേസ് ഡയഗ്രത്തിൽ വരച്ചു. V2 എടുത്തു, അത് തന്നെ ആയിരിക്കും E2 നമ്മൾ അസ്യൂം ചെയ്യുന്നത് ഇല്ലേ. E1 ആണ് V1 എന്നൊക്കെ അസ്യൂം ചെയ്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്തു. പക്ഷേ ഈ വൈൻഡിങ് റെസിസ്റ്റൻസിലോ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, സപ്ലൈ വോൾട്ടേജും പ്രൈമറി ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫും സെയിം അല്ല, സെക്കൻഡറി ഇൻഡ്യൂസ് ചെയ്യുന്ന ഇ എം എഫും ടെർമിനൽ വോൾട്ടേജും സെയിം അല്ല ട്രാൻസ്ഫോമറിൻ്റെ അകത്ത്. ഓക്കെ, ഇനി നമുക്ക് വെച്ച് എങ്ങനെയാണ് ഫേസ് ഡയഗ്രം വരയ്ക്കാന്നുള്ളതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമ്മൾ ലോഡ് എന്ത് ചെയ്യാണ്, ഇവിടെ ലോഡ് ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇവിടുത്തെ ലോഡിന് വരായിട്ടൊരു റെസിസ്റ്റീവ് ലോഡ് കൊടുക്കുകയാണ്. ഒരു R എന്ന് പറഞ്ഞ റെസിസ്റ്റീവ് ലോഡാണ് ഒരു ലോഡ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, ഞാൻ സർക്യൂട്ട് ഡയഗ്രം ഒന്നും വരയ്ക്കുന്നില്ല. അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്യാണ്, ഒരു റെസിസ്റ്റീവ് ലോഡാണ് എടുക്കുന്നത്. ഇതിന് റെസിസ്റ്റീവ് ലോഡ് എടുക്കുകയാണെങ്കിൽ നമ്മൾ വരച്ച് തുടങ്ങണേ. അതോടൊപ്പം തന്നെ ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മൾ നോർമലായിട്ട് നമ്മൾ എങ്ങനെയാണ് വരയ്ക്കണേ, നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് ഇ എം എഫിൻ്റെ കണ്ടീഷൻ നമുക്കറിയാം, അത് വെച്ചിട്ടാണ് നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, തുടങ്ങുന്നത് ഇല്ലേ. അതൊന്നുകൂടി ജസ്റ്റ് ഒന്ന് പറയാം, നമുക്ക് ജസ്റ്റ് റഫായിട്ട് നമ്മൾ എങ്ങനെ തുടങ്ങുക. എനിക്കറിയാം ഫ്ലക്സ് ഫൈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ 90 ഡിഗ്രി എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം, ലീഡ് ചെയ്യും എന്നറിയാം. അത് ഞാൻ എന്ത് ചെയ്തു, E=N×d∅dt നമ്മൾ ഡെറിവേറ്റീവ് എടുത്തിട്ടുണ്ടായിരുന്നു ഇല്ലേ. അതായത് ഇത് E2 ആണ് എങ്കിൽ എന്ത് ചെയ്യാം, E1 ഇങ്ങനെ എനിക്ക് വരയ്ക്കാം. ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ E2 കൂടുതലായിരിക്കും. ഇത് രണ്ടും എന്തിന്, ഫ്ലക്സിനെ 90 ഡിഗ്രി ലാഗ് ചെയ്യുകയാണ്. തിരിച്ചു പറയുകയാണെങ്കിൽ ഫ്ലക്സ് 90 ഡിഗ്രി ലീഡ് ചെയ്യുകയാണ് രണ്ട് ഇൻഡ്യൂസ്ഡ് ഇ എം എഫ്. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തതാണ്. ഈ ഇൻഡ്യൂസ്ഡ് ഇ എം എഫിനെ നേരെ ആന്റിഫേസ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ -E1 എന്ന് എനിക്ക് വരയ്ക്കാം. -E1 എന്ന് എനിക്ക് റെപ്രസെന്റ് ചെയ്യാം അല്ലേ. ഈ -E1 ഈക്വൽസ് ടു ആണ് നമ്മൾ എന്തെന്ന് പറയണേ, V1 എന്ന് നമ്മൾ പറയണേ. ഓക്കെ, അതുപോലെ തന്നെ E2 ഈക്വൽസ് നമ്മൾ എന്തെന്ന് പറഞ്ഞു, V2 എന്നും പറഞ്ഞു. ഓക്കെ, എന്നിട്ട് നമ്മൾ ബാക്കി അനാലിസിസ് നടത്തിയത്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഇൻഡ്യൂസ്ഡ് ഇ എം എഫ് ഫ്ലക്സിനെ മെയിൻ ഫ്ലക്സിനെ 90 ഡിഗ്രി ലാഗ് ചെയ്യും. നമ്മൾ ഡെറിവേറ്റീവ് എടുത്ത കാര്യമാണ്. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഇപ്പോൾ ആന്റി ഫേസ് ആയിട്ട് വരച്ചു, അതും അപ്ലൈ ചെയ്ത് സപ്ലൈ വോൾട്ടേജും ഒരേ ഫേസിലായിരിക്കും -E1. ഇത് കാണിക്കുന്നത് എന്താണ്, മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അത് തന്നെയാണ്. പക്ഷേ ഇത് ജസ്റ്റ് നമ്മൾ ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇത്. പിന്നെ ബാക്കി നമുക്ക് I0 പറഞ്ഞു, അങ്ങനെയൊക്കെ പോയാണ് ഐഡിയൽ ട്രാൻസ്ഫോമറിന്റെ കേസ് പറഞ്ഞത്. ആ സമയത്ത് നമ്മൾ ഒന്നും കൺസിഡർ ചെയ്തിട്ടില്ല. നമ്മൾ ആ സമയത്ത് വൈൻഡിങ് റെസിസ്റ്റൻസോ മാഗ്നറ്റിക് ലീക്കേജോ കൺസിഡർ ചെയ്തിട്ടില്ല. നമുക്കിപ്പോൾ ആദ്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യണം,
വൈൻഡിങ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യണം. അപ്പം രണ്ട് സൈഡിലും റെസിസ്റ്റൻസ് ഉണ്ട്, R1 R2 എന്നൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞു. ഇനി അല്ലാതെ ലോഡ് ഞാൻ കണക്ട് ചെയ്യാണ്. ഫസ്റ്റ് ലോഡ് ഞാൻ കണക്ട് ചെയ്യാൻ പോകുന്നത് എന്താണ്? റെസിസ്റ്റീവ് ലോഡാണ്. റെസിസ്റ്റീവ് ലോഡ്. അപ്പം എന്ത് കണ്ടീഷനുണ്ട്? വൈൻഡിങ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യുകയും വേണം. അപ്പം നമുക്ക് കഴിഞ്ഞ തുടങ്ങിയാൽ നമുക്കൊന്നുകൂടെ വരയ്ക്കാം. ഫ്ലെക്സ് അല്ലേ, ഫ്ലെക്സ് ഫൈ എങ്ങനെയാണ്? E2 എന്ന് പറഞ്ഞ സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്ത് EMF E2. E1 ഇവിടെ ഉണ്ടായിരുന്നു. E1 വാല്യൂ ഞാൻ തൽക്കാലം ഇപ്പൊ E1 ഉണ്ടായിരുന്നു ഇവിടെ അല്ലേ, E1 ഉണ്ടായിരുന്നു. ആ E1 അത് കണക്ക് തന്നെ ഇപ്പുറത്തോട്ട് വരയ്ക്കുകയാണ്. E1 ആയിട്ട് മൈനസ് E1. ഓക്കെ, ഇതിനെ നമ്മൾ നേരത്തെ നമ്മൾ ചെയ്തപ്പോൾ എന്ത് ചെയ്തു? E2 ഈക്വൽസ് V2 എന്നും മൈനസ് E1 ഈക്വൽസ് V1 എന്നും നമ്മൾ എടുത്തായിരുന്നു. എന്നിട്ടാണ് നമ്മൾ ബാക്കി നമ്മൾ പ്രൊസീഡ് ചെയ്തത്, ബാക്കി നമ്മൾ മുന്നോട്ട് പോയത്. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് വേണ്ട കാര്യം എങ്ങനെയാണ്? തൽക്കാലം ഇത് മതി. എങ്ങനെയാണ്? സോറി, റെസിസ്റ്റീവ് ലോഡിന്റെ കേസാണ്. ഞാൻ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുകയാണ്. ഫ്ലെക്സ് ഫൈ E2 സെക്കൻഡറിൽ ഇൻഡ്യൂസ് ചെയ്ത EMF ഇതെന്താണ്? മൈനസ് E1 എന്ന് എടുക്കുകയാണ്. മൈനസ് E1, അതായത് V1 കാണിക്കാൻ വേണ്ടി ഞാനിവിടെ മൈനസ് E1 ആക്കി എടുത്താണ്. E1 നമ്മൾ വരയ്ക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ സെക്കൻഡറി സൈഡിൽ, ഈ സൈഡിൽ തന്നെ നമുക്ക് എന്ത് വരയ്ക്കേണ്ടി വരും? E1 വരയ്ക്കേണ്ടത്. ഞാൻ അതിനെ E1 ആയിരുന്നു, ഞാൻ അതിനെ തൽക്കാലം ഞാൻ ഇപ്പുറത്തോട്ട് മൈനസ് E1 ആക്കി ഓപ്പോസിറ്റ് ആയിട്ട് വരച്ചതാണ്. അതിൻ്റെ ഒരു റീസൺ ഉണ്ട്. കാരണം എനിക്ക് മൈനസ് E1 ആണ് എന്തിനെ റിലേറ്റ് ചെയ്യുന്നത്? പ്രൈമറി സപ്ലൈ വോൾട്ടേജിന് റിലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. ഇനി ഇതിനകത്ത് ഓൾറെഡി ഇവിടെ എന്തുണ്ട്? നോ ലോഡ് കറണ്ട് ഉണ്ട്. I0 എന്ന് പറഞ്ഞ ഒരു നോ ലോഡ് കറണ്ട് ഉണ്ട്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പോവാം. റെസിസ്റ്റീവ് ലോഡാണ് കൺസിഡർ ചെയ്യുന്നത്. റെസിസ്റ്റീവ് ലോഡിന്റെ പ്രത്യേകത എന്താ? കറണ്ടും വോൾട്ടേജും സെയിം ഫേസ്. സെയിം ഫേസ് അല്ലേ, കറണ്ടും വോൾട്ടേജും സെയിം ഫേസ്. എന്ത് കറണ്ടാണ്? ടെർമിനൽ വോൾട്ടേജും സെക്കൻഡറി കറണ്ടും. ലോഡ് കണക്ട് ചെയ്യുന്ന സെക്കൻഡറി സൈഡ് ആയതുകൊണ്ടാണ് സെക്കൻഡറി തന്നെ വിളിക്കുന്നത്. ലോഡ് കണക്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ വിളിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഫേസ് ഡയഗ്രം വരയ്ക്കട്ടെ. എങ്ങനെയാ വരിക? കറണ്ടും വോൾട്ടേജും സെയിം ഫേസ് ആണ്. ഇനി എല്ലാ കണ്ടീഷനിലും നമ്മളിനി ഏത് ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ട ഇക്വേഷൻസ് ഏതൊക്കെയാണ്? ഈ ഇക്വേഷൻസ് ആണ് അല്ലേ. V1 ഈക്വൽസ് ടു E1 പ്ലസ് I1 R1, അല്ലെങ്കിൽ E1 ഈക്വൽസ് V1 മൈനസ് I1 R1. രണ്ടും ഒരു മീൻ തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ടെർമിനൽ വോൾട്ടേജ് V2 ഈക്വൽസ് ടു E2 മൈനസ് I2 R2, അല്ലെങ്കിൽ എനിക്ക് എന്താന്ന് പറയാം? E2 ഈക്വൽസ് ടു V2 പ്ലസ് I2 R2. ഈ ഇക്വേഷൻസ് നമുക്ക് എല്ലാവരും സാറ്റിസ്ഫൈ ചെയ്യണം. ഞാൻ ഒന്നുകൂടി ആ ഇക്വേഷൻസ് ഒന്ന് എഴുതുകയാണ്. ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം, E1 ഉണ്ടാകുന്നത് V1 അപ്ലൈ ചെയ്ത കാരണമായിട്ടാണ്. ആ V1ൽ നിന്നും ഡ്രോപ്പ് കുറച്ചാൽ എനിക്ക് എന്ത് കിട്ടും? E1 കിട്ടും. ഇൻഡ്യൂസ് ചെയ്ത് EMF കിട്ടും പ്രൈമറി. സെക്കൻഡറിക്കകത്ത് വോൾട്ടേജ് ഉണ്ടാകുന്നത് E2 അവിടെ എന്താണ് സെക്കൻഡറിയിൽ ഇൻഡ്യൂസ് ചെയ്തു, അതിൻ്റെ അകത്ത് ഡ്രോപ്പ് കുറയ്ക്കും, എനിക്ക് എന്ത് കിട്ടും? V2 കിട്ടും. ഓക്കെ, അപ്പോൾ പ്രൊസീജിയർ പറയുമ്പോൾ ആദ്യം അപ്ലൈ ചെയ്ത വോൾട്ടേജ് V1 ആയിരുന്നു, അതിന് ശേഷമാണ് വരുന്നത്. പക്ഷെ നമ്മൾ റെഫറൻസ് ആയിട്ട് നമ്മൾ വരച്ചു തുടങ്ങുന്നത് എങ്ങനെയാണ്? E1 ആണ് വരച്ചു തുടങ്ങുന്നത്. ഞാൻ കൂടുതൽ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. ഞാൻ ഇതേ ഇക്വേഷൻ ഒന്നുകൂടി ഞാൻ അവിടെ നിന്ന് എഴുതുകയാണ്. V1 ഈക്വൽസ് ടു E1 പ്ലസ് I1 R1. V1 ഈക്വൽസ് ടു, അതുകൂടെ ഇരുന്നോട്ടെ, V1 ഈക്വൽസ് ടു E1 പ്ലസ് I1 R1. അതുപോലെ തന്നെ സെക്കൻഡറിക്കകത്തുള്ള ഇക്വേഷൻ എങ്ങനെയായിരുന്നു? E2 ഈക്വൽസ് ടു V2 പ്ലസ് I2 R2. E2 ഈക്വൽസ് ടു V2 പ്ലസ് I2 R2. അപ്പോൾ ഞാൻ ഈ E1ന് പകരമായിട്ടാണ് ഇവിടെ മൈനസ് E1 എന്ന് കാണിച്ചിരിക്കുന്നത്. മൈനസ് E1 മീൻ ചെയ്തത് E1 ആക്ച്വലി പ്ലേസ് ചെയ്യേണ്ടിരുന്നത് ഈ സൈഡിലായിരുന്നു. ഫ്ലക്സിന് 90 ഡിഗ്രി ലാഗ് ആയിരുന്നു. പക്ഷേ ഞാൻ അതിനെ ഒന്ന് ആൻറ്റി ഫേസ് ആക്കിയിട്ട് മൈനസ് E1 കാണിച്ചിരിക്കുകയാണെന്നേ ഉള്ളൂ. ഓക്കെ, ഈ മൈനസ് E1ഉം V1ഉം സെയിം ഫേസിലാണ്. ഓക്കെ, കൺഫ്യൂഷൻ ആക്കരുത്. മൈനസ് E1 മീൻ ചെയ്യുന്നത് എന്താണ്? E1ന് നേരെ ആൻറ്റി ഫേസ് ആയിട്ടിരിക്കും. മാഗ്നിറ്റ്യൂഡ് സെയിം അല്ല, മാഗ്നിറ്റ്യൂഡ് രണ്ടിടത്തും ഇവിടെയായിരുന്നു നമ്മൾ സത്യം പറഞ്ഞാൽ വരയ്ക്കേണ്ടത്. 90 ഡിഗ്രി ലാഗ് ആയിട്ടായിരുന്നു E1 വരയ്ക്കേണ്ടിരുന്നത്. പക്ഷെ നമ്മളടുത്ത് ആൻറ്റി ഫേസ് ആയിട്ട് വരച്ചതാണ്. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം ഗൂഗിൾ ക്ലാസ് റൂമിൽ. എങ്കിൽ മാത്രമേ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, എന്നിട്ട് നമുക്ക് ലൈവ് ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ നമുക്കറിയാം. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2 ഇരുന്നുണ്ട്. ഇത് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ഇത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയും വേണം. എന്ത് വരയ്ക്കുമ്പോൾ? ഇതിൻ്റെ ഫേസ് ഡയഗ്രം വരയ്ക്കുമ്പോൾ.
അപ്പോൾ ഞാൻ ആദ്യം റെസിസ്റ്റീവ് ലോഡാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ലോഡ് സൈഡിൽ അല്ലേ. അപ്പോൾ എനിക്ക് തുടങ്ങാൻ കഴിയുക, I1 ഞാൻ വരയ്ക്കുകയാണ്. I1 വരച്ചു. സോറി I1 അല്ല I2, സോറി സെക്കൻഡറി കറണ്ട് I2 വരച്ചു. ഇനി എന്തുണ്ട്, വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ട്. ഞാൻ ആദ്യം ഈ ഇക്വേഷനാണ് എടുക്കുന്നത്, ഇക്വേഷനാണ് ആദ്യം എടുക്കാൻ പോകുന്നത്. ആദ്യം എന്ത് ചെയ്തു, I2 വരച്ചു. ഇനി I2ന്റെ കൂടെ R2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, I2 R2 IR വോൾട്ടേജ് ഡ്രോപ്പ് കിട്ടും. I2 ഇങ്ങനെയാണ് ഇപ്പോൾ ഇരിക്കുന്നത് അല്ലേ, I2 ഇങ്ങനെയാണ് I2 ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം, R2 കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്തായി, I2 R2 കിട്ടി. അതിൻ്റെ കൂടെ V2 കൂടി ആഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടണം, E2 കിട്ടണം. ഓക്കെ, അപ്പോൾ എനിക്ക് എങ്ങനെ വരയ്ക്കാം, I2ന്റെ ഫേസ് ഇതാണ് എന്ന് എനിക്ക് മനസ്സിലായി, I2 ഇങ്ങനെയാണ്. അപ്പം അതേ ഫേസ് തന്നെ എന്ത് ചെയ്യണം, ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല, റെസിസ്റ്റീവ് ലോഡും ആണ്, അപ്പോൾ ഫേസ് ഡിഫറൻസ് ഒന്നുമില്ല. I2ന്റെ അതേ ഫേസ് എനിക്ക് എന്ത് വരയ്ക്കണം, I2 R2 വരയ്ക്കണം. അല്ലെങ്കിൽ റെസിസ്റ്റൻസ് വോൾട്ടേജ് ഡ്രോപ്പ് റെസിസ്റ്റൻസ് വരുമ്പോൾ പ്രശ്നം വരുന്നില്ല, സെയിം ഫേസ് തന്നെയാണ്. I2 വരച്ചു ഇല്ലേ, I2ന് അതേ ഫേസ് തന്നെ ആയിരിക്കും V2. I2ന് അതേ ഫേസ് തന്നെ V2 ഉണ്ട്, I2 ഉണ്ട് V2 ഉണ്ട്, സെയിം ഫേസ് ആണ്. അതിൻ്റെ കൂടെ നമുക്ക് എന്ത് ആഡ് ചെയ്യണം, V2 I2 പ്ലസ് I2ന്റെ കൂടെ R2 മൾട്ടിപ്ലൈ ചെയ്തു, I2 R2 മൾട്ടിപ്ലൈ ചെയ്തു, സോറി I2 R2 മൾട്ടിപ്ലൈ ചെയ്തു. അതിൻ്റെ കൂടെ V2 കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം, E2 കിട്ടണം. ഓക്കെ, അപ്പോൾ I2 എൻ്റെ കൂടെ എന്ത് ചെയ്യണം, I2 R2. ഓക്കെ, ഇനി ഞാൻ അസ്യൂം ചെയ്യുകയാണ് ഇവിടെ എന്തുണ്ടായിരുന്നു, ഒരു V2 എന്ന് പറയുന്ന വോൾട്ടേജും ഇതേ ഫേസ് തന്നെ ആയിരുന്നു അസ്യൂം ചെയ്യാൻ. എനിക്ക് ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്നും അറിയില്ല, ഇതിൻ്റെ കൂടെ തന്നെ V2 എന്ന് പറയുന്ന വോൾട്ടേജ് ഉണ്ടായിരുന്നു അസ്യൂം ചെയ്യുക. എനിക്കിതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഒന്നും അറിയില്ല. അപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എങ്ങനെയാണ്, I2 R2 ഫേസ് കിട്ടി, അതിൻ്റെ കൂടെ പ്ലസ് V2 കൂടി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, E2 കിട്ടും. ഒന്നുകൂടെ ഞാൻ വരച്ചു കഴിഞ്ഞാൽ ഇതായിരുന്നു എൻ്റെ I2. ഇതിൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യണം, R2 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ സെയിം ഫേസ് തന്നെയാണ്, എനിക്ക് മാഗ്നിറ്റ്യൂഡ് ഒന്നും അറിയില്ല, അപ്പോൾ ഞാൻ R2 മൾട്ടിപ്ലൈ ചെയ്തു. അതിൻ്റെ കൂടെ എനിക്ക് എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം, ഓൾറെഡി ഒരു വിയും V കൂടി ആഡ് ചെയ്യണം. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കിട്ടുന്ന ഈ ടോട്ടൽ വെക്ടർ ആയിരിക്കും എന്ത് E ആയിട്ട് കിട്ടുന്നത്, ഇതിൻ്റെ അകത്ത് ഈ കണ്ടീഷൻ്റെ അകത്ത് E2 എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഓക്കെ, നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ ഇങ്ങനെയാണ് കഴിയുക. ഓക്കെ, ശ്രദ്ധിക്കാനുള്ള കാര്യം I2 R2 എന്ന് പറഞ്ഞ വോൾട്ടേജ് ഡ്രോപ്പ് പ്ലസ് സെക്കൻഡറി വോൾട്ടേജ് ഇത് ഈക്വൽ ടു E2. സെക്കൻഡറി വോൾട്ടേജും ഈ I2വും സെയിം ഫേസ്. എന്തുകൊണ്ടാണ്, അത് റെസിസ്റ്റീവ് ലോഡ് ആയതുകൊണ്ടാണ്. ഓക്കെ, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നമുക്കിത് ഡൗട്ട് സെക്ഷനിൽ നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം. മനസ്സിലായില്ല, നമുക്ക് അടുത്ത ലോഡിലോട്ട് പോകുമ്പോൾ കുറച്ചൊന്നും മനസ്സിലാവും. ഓക്കെ, ഇവിടെ നമുക്ക് ട്രയാങ്കിൾ ലോ ഒന്നും നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നില്ല അല്ലേ. I2ന് നേരെ ആൻറ്റി ഫേസ് ആയിരിക്കും എന്ത് വരിക, I2 ഡാഷ്, പ്രൈമറി കൗണ്ടർ ബാലൻസിങ് കറണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സെക്കൻഡറി എന്താണ്, പ്രൈമറി ലോഡ് കറണ്ട്, ലോഡ് കണക്ട് ചെയ്ത ഭാഗമായിട്ട് പ്രൈമറി ഉണ്ടായ കറണ്ട്. ഓക്കെ, I2 ഡാഷ്. ഈ I2 ഡാഷിൻ്റെയും I0ൻ്റെയും കൂടി എന്ത് കിട്ടും, സമ്മായിരിക്കും നമുക്ക് എന്ത് കിട്ടണത്, എന്താ കിട്ടുന്നത്, I2 ഡാഷിൻ്റെയും I0ൻ്റെയും കൂടെ ഫേസർ സമ്മായിരിക്കും. വെക്ടർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്ത്, നമുക്ക് കിട്ടുന്നതാണ് I1. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ് അല്ലേ, I1. ഇനി എനിക്ക് പ്രൈമറി സൈഡിൽ എന്ത് ചെയ്യണം, ഇവിടെ ഇൻഡ്യൂസ് ചെയ്ത EMF ആയിരുന്നു E1 നമ്മളിവിടെ വരച്ചിരിക്കണേ. അത് -E1 എന്ന് പറയുന്നത് അതിൻ്റെ ആൻറ്റി ഫേസ് ആയിട്ട് ഇവിടെ കാണിക്കുന്നതുകൊണ്ടാണ്. അതിൻ്റെ കൂടെ പ്ലസ് I1 R1 കൂടി ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, V1 കിട്ടും. അപ്പോൾ എങ്ങനെയാണ്, ഞാൻ I1ൻ്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, ഇങ്ങനെയാണ് അല്ലേ, I1 ഡയറക്ഷൻ നോക്കിയല്ലായിരുന്നു, ഇങ്ങനെയാണ് I1ൻ്റെ ഡയറക്ഷൻ അല്ലേ. ഈ I1ൻ്റെ ഡയറക്ഷൻ ഇതാണ് എങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ എന്ത് മൾട്ടിപ്ലൈ ചെയ്യണം, റെസിസ്റ്റൻസ് കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇതെന്ത് കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിപ്പോൾ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് എനിക്കൊന്നും അറിയില്ല. ഓക്കെ, ഞാൻ ജസ്റ്റ് അസ്യൂം ചെയ്യുകയാണ് I1ൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇത്രയാണ് എന്ന്.
അങ്ങനെയാണെങ്കിൽ അതേ ഫേസിൽ തന്നെ ആയിരിക്കും റെസിസ്റ്റൻസോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് IR ഡ്രോപ്പ് വരുന്നതും സെയിം ഫേസിനായിരിക്കും. കറണ്ടും വോൾട്ടേജും റെസിസ്റ്റൻസിന്റെ കേസ് IRക്ക് വരുമ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് എന്താണ് സെയിം ഫേസ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഞാൻ ഫേസ് മാറ്റാതെ I1 വരച്ചില്ലേ, അതിന് അതേപോലെ തന്നെ എടുത്ത് മാഗ്നിറ്റ്യൂഡ് വരച്ചു. അതിന്റെ കൂടെ എന്തുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, പ്രൈമറിയിൽ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, R1 കൂടി. അപ്പൊ എന്തായി, വോൾട്ടേജ് ഡ്രോപ്പ് ആയി. ഇനി ഇതാണ് E1, ഇതാണ് E1 പ്ലസ് I1 R1 ഈക്വൽസ് എനിക്ക് എന്ത് കിട്ടണം, V1. HM കിട്ടുന്നതാണ് എന്ത്, V1. അപ്പൊ V1 ഇതാണ് എൻ്റെ V1. ഓക്കെ, ഇതാണ് റെസിസ്റ്റീവ് ലോഡിന്റെ സർക്യൂട്ട്. ഇപ്പൊ എന്ത് മനസ്സിലായി, E1ഉം V1ഉം സെയിം അല്ല. പക്ഷെ ഇവിടെ E2ഉം V2ഉം സെയിം അല്ല. V2ന്റെ കൂടെ ഈ I2 R2 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണേ, E2 കിട്ടുന്നത്. ഓക്കെ, I2 സെക്കൻഡറി കറണ്ട്, അതും ടെർമിനൽ വോൾട്ടേജും സെയിം ഫേസ്. എന്തുകൊണ്ട്, റെസിസ്റ്റീവ് ലോഡ് ആയത് കാരണം. അത് കാരണമായിട്ട് I2 R2 പ്ലസ് V2 ചെയ്യുമ്പോൾ അത് രണ്ടും ഒരേ ഡയറക്ഷൻ, E2 കിട്ടി. E1 ഇവിടെയായിരുന്നു വരയ്ക്കേണ്ടിരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം, E1ഉം E2ഉം ഫ്ലക്സിന് 90 ഡിഗ്രി ലാഗ് ചെയ്യും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, E1 റിലേറ്റ് ചെയ്യുന്നത് പ്രൈമറി വോൾട്ടേജിനെയാണ്, സപ്ലൈ വോൾട്ടേജിനെയാണ്. അപ്പോൾ അത് ഞാൻ ഓപ്പോസിറ്റ് ആയിട്ട് -E1 ആക്കി അപ്പുറം വരയ്ക്കുകയാണ്. പക്ഷേ ഈ -E1 ആയിട്ട് വരയ്ക്കുന്നത് മൈനസ് മീൻ ചെയ്യുന്നത് എന്താണ്, അതിന്റെ ആന്റി ഫേസ് എന്നാണ്. E1നെ ആന്റി ഫേസ് ആയിട്ട് വരച്ചിരിക്കുകയാണ്. E1 ഇവിടെ ആയിരുന്നു പ്ലേസ് ചെയ്യേണ്ടത്, ഞാൻ അതിനടുത്ത് ഇങ്ങോട്ട് പ്ലേസ് ചെയ്ത കാരണമായിട്ടാണ് -E1 കൊടുത്തിരുന്നത്, ആന്റി ഫേസ് ആയിട്ട് കാണിക്കാൻ. പക്ഷേ ഈ -E1, അതായത് E1 എന്ന് വെച്ചാൽ നോട്ട് ഈക്വൽ ടു V1 ആണ്. നേരത്തെ ആയിരുന്നു നമ്മൾ ഈ വൈൻഡിങ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യാത്തപ്പോൾ. ഇപ്പൊ നമുക്ക് എന്ത് വേണം, വോൾട്ടേജ് ഡ്രോപ്പ് കൺസിഡർ ചെയ്യാം. അപ്പം I1 എന്ന് പറഞ്ഞതിന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, അതേ ഫേസ് തന്നെ I1 വരച്ചു. അതിന്റെ കൂടെ റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അതെന്തോ വാല്യൂ ആയിരിക്കും അല്ലേ പ്രാക്ടിക്കൽ കേസിൻ്റെ അകത്ത്. അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ I1 R1, ആ വോൾട്ടേജ് ഡ്രോപ്പും E1 കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത്, V1. ഓക്കെ, ഇതാണ് റെസിസ്റ്റീവ് ലോഡിന്റെ കണ്ടീഷൻ. ഇതേ ഇക്വേഷനാണ് നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യേണ്ടത്. V1 ഈക്വൽസ് ടു E1 പ്ലസ് എന്താണ്, V1 ഈക്വൽസ് ടു E1 പ്ലസ് I1 R1. E2 ഈക്വൽസ് ടു എന്തായിരുന്നു, V2 പ്ലസ് I2 R2. ഇത് രണ്ട് ഇക്വേഷൻ നമുക്ക് അറിയാവുന്നതാണ് അല്ലേ. ഞാൻ രണ്ടും എഴുതി എന്താണ്, നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം, E1ന്റെ കൂടെ I1 R1 കൂട്ടുമ്പോൾ V1 കിട്ടണം, V2ന്റെ കൂടെ I2 R2 കൂട്ടുമ്പോൾ V2 കിട്ടണം. സത്യം പറഞ്ഞാൽ നമുക്ക് എഴുതേണ്ട ഇക്വേഷൻ V2 ഈക്വൽസ് ടു E2 മൈനസ് I2 R2 എന്നായിരുന്നു. പക്ഷെ ഞാനിവിടെ അങ്ങനെ എഴുതാത്തതിന്റെ കാര്യം, നമുക്ക് ട്രയാങ്കിൾ ലോയിൽ അഡീഷൻ പറയാനാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുക. സബ്ട്രാക്ഷൻ പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടീസ് വരും, അതുകൊണ്ടാണ്. ഇനി ഞാൻ പഴയ പോലെ തന്നെ ഒന്നുകൂടെ വരയ്ക്കുകയാണ്. എനിക്കിപ്പോൾ ലോഡ് പഠിപ്പിക്കുന്നത് എന്താണ്, ഇൻഡക്റ്റീവ് ലോഡാണ്. ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുണ്ട്, എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ നോൺ ഇൻഡക്റ്റീവ് ലോഡ് എന്ന് ചോദിക്കും. നോൺ ഇൻഡക്റ്റീവ് ലോഡ്, അത് ഉദ്ദേശിക്കുന്നത് റെസിസ്റ്റീവ് ലോഡിനെയാണ്. നോൺ ഇൻഡക്റ്റീവ് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മനസ്സിൽ വെച്ചിരിക്കുക. ഫ്ലക്സ് ആയിരുന്നു എൻ്റെ റെഫറൻസ് 5, മെയിൻ ഫ്ലക്സ്. ഓക്കെ, E2 ഇങ്ങനെ, E1ഉം ഇവിടെ ആയിരുന്നു, ഞാൻ ആന്റി ഫേസ് ആയിട്ട് ഇപ്പുറം വെച്ചു. അതിന്റെ മാഗ്നിറ്റ്യൂഡാണ്, ഈ ലെങ്ത് കാണിക്കുന്നത് മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ ഞാൻ മൈനസൂടെ കാണിക്കുകയാണ്, ആന്റി ഫേസ് ആയിട്ട് കാണിച്ചതുകൊണ്ട്. E1 ഇവിടെ ആയിരുന്നു വരയ്ക്കേണ്ടിരുന്നത്, പക്ഷെ ഞാൻ എടുത്ത് ഇപ്പം വരച്ചു. മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന് എനിക്കറിയില്ല, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആകാം, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആകാം. അങ്ങനെയാണെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ E1നേക്കാൾ E2 കൂടുതലായിരിക്കും. പക്ഷെ എൻ്റെ വേവ് ഫോം വരച്ചു കഴിഞ്ഞാൽ അതിന്റെ ഫേസ് ആംഗിളാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യണേ. ഓക്കെ, E2 നേരത്തെ പഠിക്കുന്ന സമയത്ത് E2 ഈക്വൽ ടു V2 എന്ന് എഴുതി, -E1 ഈക്വൽ ടു V1 എന്ന് എഴുതി. പക്ഷേ നമുക്ക് ഇവിടെ എന്ത് എഴുതാൻ പറ്റില്ല, വൈൻഡിങ് റെസിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും എഴുതാൻ കഴിയില്ല. ഓക്കെ അല്ലേ. ഇനി നമുക്ക് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് ലോഡാണ്. ഇൻഡക്റ്റീവ് ലോഡിന്റെ പ്രത്യേകത എന്താണ്, കറണ്ട് ലാഗ് ബിഹൈൻഡ് എന്താണ് V. എന്ത് കറണ്ട്, സെക്കൻഡറി കറണ്ട് I2. എന്ത് വോൾട്ടേജ്, ടെർമിനൽ വോൾട്ടേജ് V2. ടെർമിനൽ വോൾട്ടേജിനേക്കാൾ I2 എന്ത് ചെയ്യണം, ലാഗ് ചെയ്യുകയാണ്. ഇവിടെ ഓൾറെഡി എന്തും ഉണ്ട്, നോ ലോഡ് കറണ്ട് I0 ഓൾറെഡി ഉണ്ട്. ഇത്രയും നേരത്തെ ചെയ്ത കാര്യങ്ങളാണ് അല്ലേ. ഇനി നമുക്ക് ബാക്കി പോവാം അല്ലേ. കറണ്ട് എന്ത് ചെയ്യണം, വോൾട്ടേജിനെ ലാഗ് ചെയ്യണം. അപ്പം ഞാൻ കറണ്ട് ഇങ്ങനെ വരയ്ക്കുകയാണ്, കറണ്ട് I2. വോൾട്ടേജ് ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ് വോൾട്ടേജിനെ. അത് എന്തുകൊണ്ടാണെന്ന് ഇപ്പം ചോദിക്കരുത്, അത് നിങ്ങൾക്ക് മനസ്സിലാവും. വോൾട്ടേജ് V2 എന്ന് വരയ്ക്കുകയാണ് ഞാൻ. ഓക്കെ, ഈ ആംഗിളാണ് I2 V2 തമ്മിലുള്ള ആംഗിളാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പവർ ഫാക്ടർ ആംഗിൾ 5 2.
അത് നമുക്കിവിടെ വേണ്ട ജസ്റ്റ് പറഞ്ഞു തന്നേ ഉള്ളൂ. എന്തുകൊണ്ടാണ് എനിക്ക് ഈ V2 ഇങ്ങനെ വരയ്ക്കായിരുന്നു, കാരണം I2നേക്കാളും ലീഡ് ചെയ്ത് നിന്നാൽ മതി. I2 ലാഗ് ചെയ്ത് നിൽക്കണം, ഇൻഡക്റ്റീവിലൂടെ ഇവിടെ വരയ്ക്കായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കായിരുന്നു, ഇങ്ങനെ വരയ്ക്കായിരുന്നു. ഇവിടെ ഒരു 90 ഡിഗ്രിക്കകത്ത് എങ്ങനെയാണോ പ്യുവർ ഇൻഡക്റ്റീവ് ആണെങ്കിൽ 90 ഡിഗ്രിയും ലീഡ് ലാഗ് എന്ന് പറയാം. പ്യുവർ ഇൻഡക്റ്റീവ് ലോഡ് ആണ് എങ്കിൽ നമ്മളിപ്പം പ്യുവർ ഇൻഡക്റ്റീവ് ലോഡ് വരയ്ക്കുകയാണെങ്കിൽ 90 ഡിഗ്രി തന്നെ കാണും. പ്യുവർ കപ്പാസിറ്റീവ് ലോഡ് പറയുമ്പോൾ പ്യുവർ ആയിട്ട് പറയുമ്പോൾ 90 ഡിഗ്രിയാണ് ലാഗ് ആണോ ലീഡ് ആണോ പറയുന്നത്, വോൾട്ടേജ് കറണ്ട് നമ്മൾ റഫായിട്ട് നമ്മൾ പറയുമ്പോൾ കറണ്ട് എന്ത് ചെയ്യണം, ലാഗ് ചെയ്യണം, വോൾട്ടേജ് ലീഡ് ചെയ്യണം. എനിക്കത് ഇവിടെ വരയ്ക്കായിരുന്നു, ഇങ്ങനെ വരയ്ക്കായിരുന്നു, പക്ഷെ ഞാൻ കുറച്ച് ഇങ്ങനെ ഇപ്പുറത്തെ സൈഡിലായിട്ടാണ് വരച്ചിരിക്കണേ. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2 കണ്ടോ, V2ന്റെ കൂടെ ഈ വോൾട്ടേജ് ഡ്രോപ്പ് I2 R2 ആഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടണം എന്ത്, E2 എന്ന് കിട്ടണം. അപ്പൊ I2ന്റെ ഡയറക്ഷൻ എങ്ങനെയാണ്, I2ന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് അല്ലേ, I2ന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. അപ്പൊ I2ന്റെ ഡയറക്ഷൻ അതേ ഡയറക്ഷനിൽ തന്നെ ഞാൻ എന്ത് ചെയ്യാണ്, I2ന്റെ ഡയറക്ഷനിൽ റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്, I2 ഡയറക്ഷൻ അതേ ഡയറക്ഷൻ അല്ലേ, I2ന്റെ അതേ ഫേസ് തന്നെ, ഫേസ് ഡിഫറൻസ് ഒന്നും വരുത്താതെ ഞാൻ വരച്ചു. ഇവിടെയാണ് എൻഡ് ചെയ്യുന്ന V2, അതിന്റെ കൂടെ പ്ലസ് എന്ത് ചെയ്യണം, I2 R2, V2 പ്ലസ് I2 R2 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി, E2 ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി, E2 കിട്ടി. കണ്ടോ ട്രയാങ്കിളിലോ V2 പ്ലസ് I2 R2 ഈക്വൽസ് E2 എന്ന് കിട്ടി. I2 R2 ഒരു ഫേസ്, I2 R2 ഒരു ഫേസ്, കാരണം ഈ വോൾട്ടേജ് ഡ്രോപ്പിന് മാറ്റം വരുന്നില്ല. പക്ഷേ ഞാൻ എടുത്തത് ഒരു ഇൻഡക്റ്റൻസ് എഫക്റ്റ് വന്നിരുന്നെങ്കിൽ I2ഉം X2 ഒക്കെ വരയ്ക്കുമ്പോൾ അതിന് I2നേക്കാൾ എന്ത് ചെയ്യും, കറണ്ടും വോൾട്ടേജും തമ്മിൽ എന്ത് ചെയ്യും, ഒരു 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വരും. കറണ്ട് I2ഉം ഇത് വോൾട്ടേജ് ആയി, I2 R2 എന്ന് പറഞ്ഞാൽ എന്തായി, ഈ കറണ്ട് എന്ന് പറഞ്ഞ വാല്യൂവിന്റെ കൂടെ റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വാല്യൂ അത് വോൾട്ടേജ് ആയി മാറി. കറണ്ടും വോൾട്ടേജും ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സെയിം ഫേസ് ആണ്, കാരണം റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ, സെയിം ഫേസ് ആണ്. റെസിസ്റ്റൻസിന്റെ കേസ് വരുമ്പോൾ കറണ്ടും വോൾട്ടേജും സെയിം ഫേസ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചത്. V2 പ്ലസ് I2. ഞാനിപ്പോൾ V2 എടുത്ത് ഇവിടെ വരച്ചിരുന്നുവെങ്കിൽ എനിക്ക് ഇങ്ങനെ വരച്ച് ഇവിടെ E2ൽ മുട്ടിക്കാൻ കഴിയില്ലായിരുന്നില്ല, V2ലോട്ട് എനിക്ക് കാണിക്കാൻ കഴിയില്ല, കാരണം ഇവിടെ വരച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ V2 എടുത്ത് ഇവിടെ വരച്ചു, പിന്നെ വീണ്ടും I2 വരയ്ക്കുമ്പോൾ ഇങ്ങടാ പോവുക, പിന്നെ അതിനുശേഷം എനിക്ക് ഇവിടെ E2 വരെ കണക്ട് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ V2നെ ഇപ്പുറത്തോട്ടായിട്ട് പ്ലേസ് ചെയ്തത്, വേറെ ഒന്നുമില്ല, ഇൻറ്റൻഷൻ ഒന്നുമില്ല. I2 എവിടെയാണോ വരച്ച് I2വിന് ആന്റി ഫേസ് ആയിട്ട് നമ്മൾ എന്ത് വരയ്ക്കണം, I2ന് ആന്റി ഫേസ് ആയിട്ടാണ് I2 ഡാഷ് വരച്ചു കഴിഞ്ഞാൽ I2 ഡാഷിനും I0നും കൂടെ ഇക്വലന്റ് ആയിട്ടുള്ള ഫേസർ സമ്മാണ് എനിക്ക് എന്ത് കിട്ടണം, പ്രൈമറി കൂടെ പോകുന്ന കറണ്ട് I1 എന്നിട്ട് പാരലൽ വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് കിട്ടും, നമുക്ക് മനസ്സിലായി. I1 വരച്ചു കഴിഞ്ഞാൽ I1ഉം I1 വരച്ചു കഴിഞ്ഞാൽ മൈനസ് E1 അല്ലേ, I1 വരച്ചു കഴിഞ്ഞാൽ I1ന് അതേ ഫേസിലായിട്ട് വരയ്ക്കുക. I1 എങ്ങനെയാണോ വരച്ചത് I1ന്റെ അതേ ഫേസിൽ, മാഗ്നിറ്റ്യൂഡ് റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് വാല്യൂ വളരെ ചെറുതായി 0.5 0.6 ചിലപ്പോൾ വളരെ കുറവാണെങ്കിൽ I1നേക്കാൾ കുറവായിരിക്കും I1 R1 കിട്ടുക. I1 ഇൻറ്റു R1 റെസിസ്റ്റൻസ് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്തു, ഫേസ് ഡിഫറൻസ് ഉണ്ടോ, I1ഉം I1 R1ഉം സെയിം ഫേസ്. ഓക്കെ, ഫേസ് ഡിഫറൻസ് ഇല്ല, കാരണം കറണ്ടും വോൾട്ടേജ് ഡ്രോപ്പും റെസിസ്റ്റൻസിന്റെ കേസിൽ സെയിം ഫേസിലാണ്. നമ്മൾ ഇൻഡക്റ്റൻസ് ആയിരുന്നെങ്കിൽ മാറിയേനെ. ലോഡ് ഇൻഡക്റ്റീവ് ലോഡാണ്, അത് നമ്മളിവിടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്, കറണ്ട് വോൾട്ടേജും ടെർമിനൽ വോൾട്ടേജും സെക്കൻഡറി കറണ്ടും. പക്ഷെ ഇനി ബാക്കി പറയുന്നതെല്ലാം വൈൻഡിങ് കൂടെ പോകുന്ന പ്രൈമറി വൈൻഡിങ്, സെക്കൻഡറി വൈൻഡിങ് ഫ്ലോ ചെയ്യുന്ന കറണ്ടും വോൾട്ടേജും ആണ്. അപ്പൊ അതിന് വേറെ മാറ്റം വരുന്നില്ല, അവിടെ റെസിസ്റ്റൻസ് മാത്രമേ എഫക്റ്റ് നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. മാഗ്നറ്റിക് ലീക്കേജ് എടുക്കും ചില വ്യത്യാസം വന്നാൽ നമുക്ക് നോക്കാം അടുത്ത ക്ലാസ്സിൽ. ഈ I1 പ്ലസ് R1 പ്ലസ് E1 വോൾട്ടേജ് പ്ലസ് ഇൻഡ്യൂസ്ഡ് EMF E1 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും, V1 കിട്ടും. ചില ടെക്സ്റ്റ് ബുക്കിന്റെ അകത്ത് ഇവിടെ -E1 ഇക്വേഷൻ പറയുന്നുണ്ട്, പക്ഷെ അത് പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ വരും. കാരണം -E1 മീൻ ചെയ്യുന്നത് E1ന് അതിന്റെ ഫേസർ ഡയഗ്രം വരയ്ക്കുമ്പോൾ ഒപ്പോസ് ചെയ്തുകൊണ്ടായിരിക്കും, -E1 ആണ് അപ്പർ സൈഡിലാണ് ഓപ്പോസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഈ കണ്ടീഷൻ്റെ അകത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് എന്ത് കിട്ടുന്നത് V1 ഈക്വൽസ് ടു E1 പ്ലസ് I1 ആകും.
ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത കണ്ടീഷനിൽ മാഗ്നറ്റിക് ലീക്കേജ് കൺസിഡർ ചെയ്യുമ്പോൾ കുറച്ചുകൂടി മാറ്റം വരുമായിരിക്കും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. ഇനി നമുക്ക് ഒരു ലോഡ് കൂടി പറയാനുണ്ട്. ഞാൻ വീണ്ടും ഇതേ ഇക്വേഷനിൽ നിന്ന് എനിക്ക് ഇപ്പുറം എടുത്ത് എഴുതണം വീണ്ടും അല്ലേ. V1 ഈക്വൽസ് ടു E1 പ്ലസ് I1 R1. സപ്ലൈ ചെയ്ത വോൾട്ടേജ് ഇൻഡ്യൂസ്ഡ് EMF പ്ലസ് വോൾട്ടേജ് ഡ്രോപ്പ് ആയിപ്പോയി. ടെർമിനൽ വോൾട്ടേജ് V2 ഈക്വൽസ് ടു E2 ജനറേറ്റ് ചെയ്തു മൈനസ് എന്തായിരുന്നു I2 R2. നമുക്കൊന്ന് ഫേസർ ഡയഗ്രത്തിന് അഡിഷൻ പറയാൻ എളുപ്പമായതുകൊണ്ട് E2 ഈക്വൽസ് എനിക്ക് എന്തെന്ന് എഴുതാം V2 പ്ലസ് I2 R2 ഇങ്ങനെയാണ് എഴുതി. ഈ ഇക്വേഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യാൻ നോക്കിയാൽ മതി. വീണ്ടും ഒന്നുകൂടി നമുക്ക് വരച്ചു തുടങ്ങാം. ഇത് എന്ത് ലോഡാണ്? കപ്പാസിറ്റീവ് ലോഡാണ്. കപ്പാസിറ്റീവ് ബേസിക് ഡയഗ്രം സെയിം ആണല്ലേ. ഫ്ലക്സ് റെഫറൻസ് 90 ഡിഗ്രി E2 E1 ഇവിടെ ആയിരുന്നു വരയ്ക്കേണ്ടിരുന്നത്. ഞാൻ അതിന് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തു. അപ്പം മൈനസ് E1 എന്ന് ഞാൻ എഴുതിയാം. മൈനസ് E1 എന്ന് എഴുതി. ഓക്കെ, ഇത്ര നമുക്ക് നേരത്തെ അറിയാം. പിന്നെ എന്തുകൊണ്ട് ഓൾറെഡി ഒരു I0 ഉണ്ട്, നോ ലോഡ് കറണ്ട്. I0 അകത്ത് IMU IW ഒക്കെ ഉണ്ട്. ഞാൻ അതൊക്കെ ഇപ്പം സ്കിപ്പ് ചെയ്യാണ് അല്ലേ. ഇനി നമുക്ക് നോക്കാനുള്ള കാര്യം എന്താ? കപ്പാസിറ്റി ലോഡിന്റെ പ്രത്യേകത എന്താ? കറണ്ട് ലീഡ് വോൾട്ടേജ് അല്ലേ. കറണ്ട് ലീഡ്സ് വോൾട്ടേജ്. എന്ത് കറണ്ട്? സെക്കൻഡറി കറണ്ട് I2. എന്ത് വോൾട്ടേജ്? ടെർമിനൽ വോൾട്ടേജ് V2. അതെങ്ങനെ നമുക്ക് വരയ്ക്കാൻ കഴിയുക? എങ്ങനെ വരച്ചു കഴിഞ്ഞാലും കറണ്ട് എന്ത് ചെയ്യണം? ലീഡ് ചെയ്യണം. ഞാനിപ്പോൾ കറണ്ടിന് ഇപ്പുറത്തോട്ട് വരയ്ക്കുകയാണ്. കുറച്ചുകൂടെ വലുതാക്കി വരയ്ക്കാം അല്ലേ. ഇതാണ് I2. ഓക്കെ, ഇനി അതിനുശേഷം വോൾട്ടേജ് എന്ത് ചെയ്യുകയാണ്? വോൾട്ടേജ് എന്ത് ചെയ്യുകയാണ്? ലാഗ് ചെയ്യുകയാണ്. ഇതാണ് ടെർമിനൽ വോൾട്ടേജ് V2. ഓക്കെ, ഇത് എനിക്ക് എന്ത് ചെയ്താൽ മതി? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് വരയ്ക്കുന്നത് ടെർമിനൽ വോൾട്ടേജിനേക്കാളും ലീഡാണെന്ന് എങ്ങനെ കാണിച്ചാലും മതി. എനിക്ക് ഇവിടെ വരയ്ക്കായിരുന്നു, ഇങ്ങനെ വരയ്ക്കായിരുന്നു, എങ്ങനെ വേണോ വരയ്ക്കാം. കറണ്ട് വോൾട്ടേജിനേക്കാളും നമ്മൾ ആന്റി ക്ലോക്ക് വൈസ് എടുക്കുമ്പോൾ ലീഡ് ചെയ്ത് നിൽക്കണം. അതേ ഉള്ളൂ നമ്മുടെ കണ്ടീഷൻ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ വരച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊരു എയിം ഉണ്ട്. എന്താണ്? ഈ V2ന്റെ കൂടെ I2 R2 ആഡ് ചെയ്യുമ്പോഴാണ് എനിക്ക് എന്ത് കിട്ടേണ്ടത്? E2 കിട്ടേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ട് V2 വരച്ചു കഴിഞ്ഞാൽ എനിക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാലും I2 ഡയറക്ഷനിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ പോവുള്ളൂ, ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ കഴിയില്ല അല്ലേ. ഇനി നമുക്കൊന്നുകൂടെ തിരിച്ചു വരാം. നോക്കിയേ, V2ന്റെ കൂടെ E2ന്റെ എൻഡ് ചെയ്യുന്ന പോയിന്റിൽ വെച്ചാൽ മാഗ്നിറ്റ്യൂഡ് എത്രയാണോ അതിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്? I2 ഡയറക്ഷൻ. I2 എങ്ങനെയാണ് ഷോ ചെയ്യുന്നത്? ഇങ്ങനെയാണല്ലേ. I2 അതേ ഡയറക്ഷൻ. I2ന്റെ കൂടെ എന്തുകൂടെ മൾട്ടിപ്ലൈ ചെയ്യണം? R2 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. അതൊരു വാല്യൂ ആയിരിക്കും അല്ലേ. അത് ചെയ്യുമ്പോൾ V2 പ്ലസ് I2 R2 V2 പ്ലസ് I2 R2 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? E2 കിട്ടും. അപ്പോൾ ഇത് ശരിയായി അല്ലേ. ഓക്കെ അല്ലേ. ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ I2 വരച്ചു, അതിന് ശേഷം വേറെ സ്ഥലത്താണ് ഇവിടെയാണ് ഞാൻ V2 വരച്ചിരുന്നെങ്കിൽ ഞാൻ V2 I2 R2 വരച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കിത് കണക്ട് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഈ ഒരു അറേഞ്ച്മെന്റിൽ വരയ്ക്കുന്നത്. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് പോളിടെക്നിക് ലെവലിൽ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കണം, നല്ലതാണ്. പക്ഷെ എക്സാമിന് ഇങ്ങനെ പ്രോബ്ലം ചോദിക്കില്ല. ഫേസ് ഡയഗ്രം വരയ്ക്കാൻ ചോദിക്കും. ലോഡ് തന്നിട്ട് ആ തരുന്ന ക്വസ്റ്റിനകത്ത് പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമർ ആയിരിക്കും പറയാം. അപ്പോൾ അതിനകത്ത് വൈഡ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന ലീക്കേജ്, മാഗ്നറ്റിക് ലീക്കേജ് കൺസിഡർ ചെയ്യുകയും വേണം. ഇനി നമുക്ക് ബാക്കിയുടെ ജസ്റ്റ് മുന്നോട്ട് പോവാം. ഇനി നമുക്ക് എന്ത് കൺസിഡർ ചെയ്യണം? അപ്പോൾ ഈ സെക്കൻഡറി സൈഡ് ഓക്കെ ആയി. I2ന് ആന്റി ഫേസ് ആയിട്ടായിരിക്കും എന്ത്? I2 ഡാഷ് അല്ലേ. ഈ V2ഉം I2 നമ്മളുടെ ആംഗിളാണ്. പവർ ഫാക്ടർ ആംഗിൾ 5 എന്നൊക്കെ പറയാം. കഴിഞ്ഞ ഉടനെ മുമ്പ് വേണമെങ്കിൽ പറയാം. തൽക്കാലം ഇപ്പോൾ അതൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല നമ്മൾ അല്ലേ. നമുക്കിപ്പോൾ മനസ്സിലായി I2 ഡാഷ്. I2 ഡാഷിന്റെ മാഗ്നിറ്റ്യൂഡ് K ടൈംസ് I2 ആണ്. K എന്ന് വെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ആണ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. നമുക്ക് എന്ത് ചെയ്യണം? I1 വരയ്ക്കണം. I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സം ഓഫ് എന്തൊക്കെയാണ്? ഇത് I2 ഡാഷ് പ്രൊജക്റ്റ് ചെയ്തു. അതിനുശേഷം ഇതാണ് I0 പ്രൊജക്റ്റ് ചെയ്തു. രണ്ടിൻ്റെയും കൂടി ഫേസർ സം ആണ് എന്ത്? നമുക്ക് കിട്ടേണ്ട I1. ഓക്കെ, I1 കിട്ടിക്കഴിഞ്ഞാൽ E1ൽ വെച്ചിട്ട് E1 പ്ലസ് I1 R1 മൈനസ് E1 വരയ്ക്കാൻ കാര്യം ഇവിടെയായിരുന്നു ആക്ച്വലി E1ന്റെ പ്ലേസ്. ഞാൻ ആന്റി ഫേസ് ആക്കിയിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് മൈനസ് കൊടുത്തത്. ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് മൈനസ് കൊടുക്കുന്നുണ്ടാവില്ല. ചില ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇക്വേഷനകത്ത് ഇവിടെ മൈനസ് കാണും, ചിലടത്ത് കാണില്ല. പക്ഷെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ ലെൻസിൽ വെച്ച് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക, അറിയുക.
I1 എങ്ങനെയാണോ അതേ ഫേസിൽ ഡിഫറൻസ് ഒന്നും ഇല്ലാതെ വരയ്ക്കണം. കാരണം വൈൻഡിങ് റെസിസ്റ്റൻസ് ആണ്, റെസിസ്റ്റൻസിന്റെ അകത്ത് വോൾട്ടേജും ഇത് കറണ്ട്, അതിന്റെ കൂടെ ഞാൻ റെസിസ്റ്റൻസ് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്തായി, പ്രൈമറി ആണല്ലേ, I1 അതിന്റെ കൂടെ റെസിസ്റ്റൻസ് മൾട്ടിപ്ലൈ വോൾട്ടേജ് ആയി, കറണ്ടും വോൾട്ടേജും ഒരേ ഫേസ്. അത് രണ്ടും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനലായിട്ടുള്ള ഡയഗ്രാം വരയ്ക്കാം. എങ്ങനെയാണ്, V1 ഈക്വൽസ് ടു E1 പ്ലസ് I1 R1, E1 പ്ലസ് I1 R1. ഇതാണ് എന്ത്, V1. ഇതാണ് ഫേസർ ഡയഗ്രാം ഫോർ കപ്പാസിറ്റീവ് ലോഡ്. എല്ലാം റെഫറൻസ് തൊട്ട് നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും സെയിം ആണ്. ഓക്കെ, നമുക്കൊന്നുകൂടി ഒന്ന് റിവൈൻഡ് ചെയ്യാം. നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു, റെസിസ്റ്റീവ് ലോഡാണ്. എങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ട്രാൻസ്ഫോമറിൻ്റെ അകത്ത് സപ്ലൈ വോൾട്ടേജ് V1 അങ്ങനെയാണ് എങ്കിൽ ഡ്രോപ്പ് ഉണ്ടാവും വൈൻഡിങ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ V1 മൈനസ് I1 R1 ആയിരിക്കും E1 ആയിട്ട് ഇൻഡ്യൂസ് EMF കിട്ടുക. നമ്മളിപ്പോഴും മാഗ്നറ്റിക് ലീക്കേജ് കൺസിഡർ ചെയ്തിട്ടില്ല, അത് ശ്രദ്ധിക്കണം. മാഗ്നറ്റിക് ലീക്കേജ് ഇപ്പോഴും കൺസിഡർ ചെയ്തിട്ടില്ല, നോട്ട് കൺസിഡർ. ഓക്കെ, നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അത് കൺസിഡർ ചെയ്യുകയുള്ളൂ. ദെൻ അതിനുശേഷം നമുക്ക് എന്ത് മനസ്സിലായി, നമ്മൾ രണ്ട് ഇക്വേഷൻ, സെക്കൻഡിൽ ഇക്വേഷൻ എഴുതി, E2 ഇൻഡ്യൂസ് ചെയ്തു, അതിൻ്റെ അകത്ത് നിന്ന് ഡ്രോപ്പ് റെഡ്യൂസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, ടെർമിനൽ വോൾട്ടേജ് കിട്ടും. അതിൻ്റെ ഇക്വേഷൻസ് നമ്മൾ എഴുതി. നമുക്കറിയാം ട്രയാങ്കിൾ ലോ അഡിഷൻ അറിയാം, എ ഇങ്ങനെയാണ്, ബി ഇങ്ങനെയാണെങ്കിൽ A+B വെക്ടർ ഇങ്ങനെയാണ്, അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയായിരിക്കും. ഫേസർ അഡിഷൻ, ട്രയാങ്കിൾ ലോ ഓഫ് ഫേസർ അഡിഷൻ, വെക്ടർ അഡിഷൻ അല്ലേ. പിന്നെ നമുക്കറിയാം ബേസിക് ആയിട്ട് ഫ്ലക്സ് ആണ് റെഫറൻസ് എടുക്കുക. E1ഉം E2ഉം ഇൻഡ്യൂസ് ചെയ്ത EMF പ്രൈമറിയിലായാലും സെക്കൻഡറിയിലായാലും അത് 90 ഡിഗ്രി ലാഗ് ചെയ്യും. E1ഉം E2ൻ്റെയും ലെങ്ത് കൊടുക്കുന്നത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചാണ്. E1 നമ്മൾ ആൻറ്റി ഫേസ് ആയിട്ട് -E1 വരയ്ക്കും, അതാണ് -E1ൻ്റെ കറസ്പോണ്ടിങ് V1 എനിക്ക് അപ്ലൈ അവിടെ വരയ്ക്കാനുള്ളത്. ഓക്കെ, V1ഉം E1ഉം ആണ് റേറ്റ് ചെയ്ത് കിടക്കുന്നത് അല്ല, അതുകൊണ്ടാണ് അപ്പുറത്ത് വരച്ചത്. ദെൻ റെസിസ്റ്റീവ് ലോഡ് എടുത്തു. റെസിസ്റ്റീവ് ലോഡിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, കറണ്ടും വോൾട്ടേജും സെയിം ഫേസ്. കറണ്ട് വരച്ചു ഇല്ലേ, അതിനുശേഷം അതിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഓൾറെഡി അവിടെ ഉണ്ടായിരുന്ന ഒരു വോൾട്ടേജ് ഇല്ലേ, V ഉണ്ടായിരുന്നു. അതിനുശേഷം ഡ്രോപ്പ് കൂടെ ആഡ് ചെയ്യണം, I2 R2 ഇത്ര ആഡ് ചെയ്യുമ്പോൾ, അതായത് I2 R2 പ്ലസ് V2 ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടുക, E2 കിട്ടുന്നത്. അങ്ങനെയാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയാലും ഞാൻ ഒന്നുകൂടി ഇവിടെ ഒന്നുകൂടി മാറ്റി വരയ്ക്കാം. V2ൻ്റെയും V2ഉം അതിനുശേഷം ഞാൻ വരയ്ക്കുന്ന I2ഉം സെയിം ഫേസ്. എനിക്ക് മാഗ്നിറ്റ്യൂഡ് അറിയില്ല. I2ൻ്റെ കൂടെ വീണ്ടും ഞാൻ എന്ത് ചെയ്യണം, I2ൻ്റെ കൂടെ ഞാൻ എന്ത് ചെയ്യണം, V2 കഴിഞ്ഞ V2ൻ്റെ കൂടെ V2 പ്ലസ് I2 R2 റെസിസ്റ്റൻസ് കറണ്ടിൻ്റെ അതേ ഫേസ് തന്നെ വെച്ചിട്ട് കറണ്ടിൻ്റെ കൂടെ റെസിസ്റ്റൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത വോൾട്ടേജ് I2 R2 പ്ലസ് V2 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, E2 കിട്ടും. ഇനി പ്രൈമറി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇക്വേഷൻ ഇങ്ങനെ, I2ന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും I2 ഡാഷ്, കൗണ്ടർ ബാലൻസിങ് കറണ്ട് അല്ലെങ്കിൽ ലോഡ് കമ്പോണന്റ് ഓഫ് പ്രൈമറി കറണ്ട്. അതിന് വരച്ചു, അതിൻ്റെ കൂടെ അത് വരച്ചു. അതിനുശേഷം റിസൾട്ടൻ്റ് ആണ് I0ഉം I2 ഡാഷും റിസൾട്ടൻ്റ് ആണ് I1ൻ്റെ അതേ ഫേസ് തന്നെ നമ്മൾ I1 R1 റെസിസ്റ്റൻസിലൂടെ മൾട്ടിപ്ലൈ ചെയ്ത് വെച്ചു, പക്ഷേ ഫേസ് മാറുന്നില്ല കാരണം റെസിസ്റ്റൻസ് ആണ് അല്ലേ. വോൾട്ടേജ് ഡ്രോപ്പ് റെസിസ്റ്റൻസിൻ്റെ കേസ് വരുന്നു, ഫേസ് ഡിഫറൻസ് വരുന്നില്ല. അതിൻ്റെ കൂടെ E1 കൂടി ആഡ് ചെയ്യുമ്പോൾ V1 വരുന്നു. ഇതിൽ എന്ത് ഡൗട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിച്ചാൽ മതി, നമുക്കൊന്നുകൂടെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം ഇത് നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ വരേണ്ട പോർഷൻസ് ആണ്. അപ്പോൾ നിങ്ങളൊന്നും മാക്സിമം എഫേർട്ട് നിങ്ങളും എടുത്താൽ മാത്രമേ നമുക്ക് നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. ഇനി ഇൻഡക്റ്റീവ് ലോഡ് വന്നു കഴിഞ്ഞാൽ സെക്കൻഡറിയിലുള്ള കറണ്ട് വോൾട്ടേജിനേക്കാൾ എന്ത് ചെയ്യണം, ലാഗ് ചെയ്യണം. കറണ്ട് ലാഗ്സ് ബിഹൈൻഡ് ദ വോൾട്ടേജ്. അങ്ങനെ അത് വെച്ച് നമ്മൾ വരച്ചു. അങ്ങനെ വരച്ചു കഴിഞ്ഞാൽ V2 പ്ലസ് I2 R2 ചെയ്യുമ്പോഴാണ് E2 കിട്ടേണ്ടത്. അങ്ങനെ ഈ കണ്ടീഷനിൽ ഇങ്ങനെ വരച്ചത്. ഓക്കെ, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ വരയ്ക്കുന്നത്. V2 ഇപ്പുറ സൈഡിലായിട്ട് വരയ്ക്കുന്ന റീസൺ അതുകൊണ്ടാണ്. എനിക്ക് ഫേസ് ലൈനിലൂടെ വരച്ച് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ എനിക്ക് വരയ്ക്കാം, പക്ഷേ ഫേസ് ലൈൻ എനിക്കത് മീറ്റ് ചെയ്യാൻ പറ്റില്ല, പോയിന്റിൽ ആഡ് ചെയ്ത് എനിക്ക് അവിടെ കിട്ടാൻ പറ്റില്ല, വരച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ കഴിയില്ല. E1 മൈനസ് E1 കാണിക്കാൻ കാര്യം, E1 ആക്ച്വലി ഇപ്പുറത്തെ സൈഡിലായിരുന്നു, ഞാൻ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടെ വരച്ചതാണ് പ്രൈമറി സൈഡ് കാണിക്കാനായിട്ട് അല്ലേ. അതിൻ്റെ കൂടെ I1 കിട്ടി, I1ൻ്റെ കൂടെ R1 മൾട്ടിപ്ലൈ I1 R1 അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ E1 പ്ലസ് I1 R1 ചെയ്യുമ്പോൾ V1.
ദെൻ ഫൈനലായിട്ടുള്ള കപ്പാസിറ്റീവ് ലോഡ്. അതിൻ്റെ അകത്ത് വരുമ്പോൾ കറണ്ട് എന്ത് ചെയ്യണം, ലീഡ് ചെയ്യണം വോൾട്ടേജിനേക്കാൾ. എന്ത് കറണ്ട്? സെക്കൻഡറി കറണ്ട്. എന്ത് വോൾട്ടേജ്? ടെർമിനൽ വോൾട്ടേജ്. ഓക്കെ, ഇ എം എഫ് ഇൻഡ്യൂസ് ചെയ്ത ഇ എം എഫ് എനിക്ക് അതിൻ്റെ സമ്മായിട്ട് കിട്ടാൻ. അതുകൊണ്ട് ഞാൻ ഇ എം എഫ് വെച്ചിട്ടാണ് ബേസ് ആയിട്ടുള്ള ഡയഗ്രം വരയ്ക്കുന്നത്. ബാക്കി വരയ്ക്കുമ്പോൾ അതനുസരിച്ചുകൊണ്ട് വോൾട്ടേജും കറണ്ടൊക്കെ വരയ്ക്കുമ്പോൾ എനിക്ക് ആ ഇ ടുവിലോട്ട് മീറ്റ് ചെയ്യുന്ന രീതിക്കാണ് എനിക്ക് വരയ്ക്കാം. കാരണം ഇ ടുവും ഇ വണ്ണും ഫൈയുമാണ് എൻ്റെ റെഫറൻസ് ആയിട്ടുള്ള ലൈൻസ്. പിന്നെ അതിനുശേഷം നമ്മൾ വരച്ചു വി ടു പ്ലസ് ഐ ടു ആർ ടു ചെയ്യാം. ഇതെല്ലാം രണ്ടും വോൾട്ടേജ് ആണ് അല്ലേ, ഐ ആർ വോൾട്ടേജ് ആണ്, വി എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇ ടു തന്നെയാണ്. ദെൻ ഐ ടു കിട്ടിയെന്ന് ആൻറ്റിഫേസർ ഐ ടു ഡാഷും ഐ നോട്ടിൻ്റെയും എന്താണ് ഫേസർ സമ്മാണ് എന്ത്, ഐ വണ്ണിൻ്റെ അതേപോലെ തന്നെ ഇ വൺ വെച്ച് നമ്മൾ വരച്ചു. കാരണം എന്താണ്, ഇ വണ്ണിൻ്റെ കൂടെ ഐ വൺ ആർ വൺ ചെയ്യുമ്പോഴാണ് എനിക്ക് വി വൺ കിട്ടാനുള്ളത്. അപ്പോൾ ഐ വൺ ആർ വൺ ഡ്രോപ്പ് കാണിച്ചു. അപ്പോൾ അത് അതിൻ്റെ ഫേസർ സമ്മ് എ വെക്ടർ ഇത്, ബി വെക്ടർ ഇത്, എങ്കിൽ എ പ്ലസ് ബി വെച്ച് ഇങ്ങനെ വരച്ചു. എന്ത് കിട്ടി? വി വൺ കിട്ടി. ഇതാണ് നമ്മുടെ ഈ ഒരു പോർഷൻസിൽ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ തൽക്കാലം ഞാൻ ഈ ക്ലാസ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കേണ്ടതായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ട് നിൽക്കുന്നത് ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് റെസിസ്റ്റൻസ് കൺസിഡർ ചെയ്തിട്ട് ഉള്ള ഡിഫറെൻറ്റ് ലോഡിലെ വർക്കിംഗ് ആണ്. ഇനി നമുക്ക് എന്തുകൂടെ കൺസിഡർ ചെയ്യണം? മാഗ്നറ്റിക് ലീക്കേജ് കൂടി കൺസിഡർ ചെയ്യണം. അത് കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് ഈ ഡയഗ്രത്തിൽ തന്നെയാണ് കൺസിഡർ ചെയ്യാനുള്ളത്. ഇത്രയും വരച്ചിട്ട് അടുത്തൊരു കണ്ടീഷനോട് വയ്ക്കുമ്പോഴാണ് നമുക്ക് എന്ത് തരുന്നത്, പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിൻ്റെ ഫേസർ ഡയഗ്രം കിട്ടുന്നത്. അത് വെച്ചാണ് നമ്മൾ കുറച്ചുകൂടെ നല്ല ലെവലിലായിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യാനും പ്രാക്ടിക്കൽ കേസിലത് ട്രാൻസ്ഫോമറിൻ്റെ വർക്ക് ചെയ്യുന്നത് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി അപ്ലൈ ചെയ്ത വോൾട്ടേജും ഇൻഡ്യൂസ്ഡ് ഇ എം എഫും സെയിം അല്ല. ഇൻഡ്യൂസ്ഡ് ഇ എം എഫിന് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ നമുക്കറിയാം. ഐഡിയൽ ട്രാൻസ്ഫോമർ എന്തെന്നറിയാം. നോ ലോഡ് കണ്ടീഷൻ ട്രാൻസ്ഫോമർ എങ്ങനെ ആക്ട് ചെയ്യുന്നതെന്നറിയാം. ഇനി നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് അനലൈസ് ചെയ്യാനായിട്ട് അടുത്ത മൊഡ്യൂളിലോട്ട് പോകുമ്പോൾ പെർഫോമൻസ് നമ്മൾ അനലൈസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാൻ തൽക്കാലം ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിനകത്ത് മാഗ്നറ്റിക് ലീക്കേജ് കൂടി കൺസിഡർ ചെയ്യണം. അത് ഇതിൻ്റെ കൂടെയാണ്. അപ്പോൾ വൈൻഡിങ് റെസിസ്റ്റൻസ് ഓൾറെഡി കൺസിഡർ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. അതിനോട് മാഗ്നറ്റിക് ലീക്കേജ് കൺസിഡർ ചെയ്തിട്ടുള്ള ഫൈനലായിട്ടുള്ള ഫേസർ ഡയഗ്രം വരയ്ക്കും. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം, ഇക്വലന്റ് സർക്യൂട്ട് വരയ്ക്കണം. അപ്പോൾ രണ്ട് സൈഡിലും പ്രൈമറി റെസിസ്റ്റൻസ്, സെക്കൻഡറി റെസിസ്റ്റൻസ്. അപ്പോൾ അതിന് ലീക്കേജ് വരുമ്പോൾ അത് എങ്ങനെ കൺസിഡർ ചെയ്യാനൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, ശരി. അപ്പോൾ ഇതുവരെയുള്ള പോർഷൻസ് എല്ലാവരും ഒന്ന് എഴുതി വരച്ച് നോക്കി പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ഇതിൻ്റെ PDF നോട്ട് ഗൂഗിൾ ഡ്രൈവിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതോട് റെഫർ ചെയ്തുകൊണ്ട് പഠിക്കുക. ഓക്കെ, ഡൗട്ട് എന്തുണ്ടെങ്കിൽ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്യുക. നമുക്കത് ഇനി അടുത്ത വരുന്ന ക്ലാസ്സിൽ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിലോട്ട് പോകാം. എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റിൻ്റെ അകത്ത് ഫേസ് ഡയഗ്രം വരയ്ക്കാൻ മാത്രമേ കാണിക്കുള്ളൂ. ഈ പോർഷൻസിൻ്റെ അകത്ത് നമ്മൾ പ്രോബ്ലം ചെയ്തവരെയുള്ള പ്രോബ്ലംസ് മതി. ഇനി നമ്മൾ പഠിക്കുന്ന പോർഷൻസ് പ്രോബ്ലം ചോദിക്കില്ല. ഫേസ് ഡയഗ്രം വരയ്ക്കാൻ ഡയറക്റ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കും. പ്രാക്ടിക്കൽ ട്രാൻസ്ഫോമറിൻ്റെ ഫേസ് ഡയഗ്രം വരയ്ക്കുക. എക്സ്പ്ലനേഷന് 2 മാർക്ക്, വരയ്ക്കുന്നതിനായിരിക്കും കൂടുതൽ മാർക്കും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാം നന്നായിട്ട് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. താങ്ക് യു.